കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സോളിഡ്സിൻ്റെ കാറ്റഗറിയാണ്. സോളിഡ്സ് മൊത്തം ക്രിസ്റ്റലൈനും അമോർഫസും ആയി ക്ലാസിഫൈ ചെയ്തു. ഇപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അത് 4 കാറ്റഗറിയാണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സസിൻ്റെ ബേസിസിൽ, അതായത് മോളിക്യൂൾസിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾ, ഈ മോളിക്യൂളുകൾ തമ്മിൽ ചേർന്നിരിക്കുന്ന ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ത്? അയോണിക്, അതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഈസ് അയോൺസ്. അതെങ്ങനെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്? ഈ ബേസിസിലാണ് 4 കാറ്റഗറീസ്. അതിൽ മോളിക്യൂലാർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് വേറെ 3 കാറ്റഗറീസ് ആയി തിരിച്ചിട്ടുണ്ട്. പോളാർ, നോൺ പോളാർ, എച്ച് ബോണ്ടഡ്. പോസ് ചെയ്തിട്ട് വെറുതെ ഒന്ന് വായിക്കുക. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഒരു കാറ്റഗറിയാണ് അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ടിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്താണ് എന്നതാണ് നമ്മുടെ പ്രസന്റ് ഡിസ്കഷൻ. കാറ്റയോൺസും ആനയോൺസും തമ്മിലുള്ള 3 ഡയമെൻഷണൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ത് ചോദിച്ചാൽ 3D ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ബിറ്റ്വീൻ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. ഇനി ആ ചിത്രം നോക്കുക. ഒരു ക്രിസ്റ്റൽ രൂപപ്പെടുത്തത് പല ലെയറുകളാണ്. കാറ്റയോൺ ആനയോൺ, കാറ്റയോൺ ആനയോൺ, ദാറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു ലെയർ. ഇങ്ങനെ പല ലെയർ ചേർന്നതാണ് ഒരു അയോണിക് ക്രിസ്റ്റൽ. ഈ അയോണിക് ക്രിസ്റ്റലില് ഇപ്പൊ ഒരു പോസിറ്റീവ് അയോൺ വിചാരിക്കുക. അതിൻ്റെ ചുറ്റും 3 ഡയമെൻഷനിൽ 3 ഡയമെൻഷനിൽ ചുറ്റും പറയുമ്പോൾ മുകളിലും താഴെയും വശങ്ങളിലും ഒക്കെ ആയിട്ട് ഓപ്പോസിറ്റ് അയോണുകൾ ഉണ്ടാവും. അപ്പൊ സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയി. ഇനി അതിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഹാർഡാണ്. എല്ലാ അയോണിക് കോമ്പൗണ്ടുകളും ഹാർഡാണ്. ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി, പൊടിഞ്ഞു പോകും. ദാറ്റ് ഈസ് ബ്രിറ്റിൽ. മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്, ബോയിലിംഗ് പോയിന്റും ഹൈ ആണ്. അത് സോളിഡ് സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോഴൊക്കെ ഇൻസുലേറ്റർ ആണ്, കറണ്ട് കടത്തിവിടില്ല. ഇപ്പൊ ഉപ്പ്, ആ ഉപ്പ് ക്രിസ്റ്റലായിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻസുലേറ്റർ, സോളിഡ് ആവാം. പക്ഷെ ഉപ്പ് വെള്ളം കണ്ടക്ടറാണ്. ബട്ട് ഇൻ ദി മോൾട്ടൺ ഓർ സൊല്യൂഷൻ സ്റ്റേറ്റ് കണ്ടക്ടേഴ്സ് ആണ്. എന്താണ് അതിന് കാരണം? Ions are not free to move in solid state. When melts or dissolved, become free to move about. ഇനി ഒരു കാറ്റഗറി പഠിച്ചത് മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ആ മെറ്റാലിക് സോളിഡ്സിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്താന്ന് നോക്കുക. ഈ മെറ്റൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഫ്രീ ഇലക്ട്രോൺ വളരെയധികമാണ് മെറ്റൽസ്. അതുകൊണ്ടാണ് അത് കണ്ടക്ടർ ആവുന്നത് തന്നെ നമ്മൾ പഠിച്ചത്. ദി മെറ്റാലിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് മെറ്റൽ കാറ്റയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. കാരണം ഓരോ ആറ്റത്തിനും ചുറ്റുമുള്ള വാലൻസ് ഇലക്ട്രോൺ അതിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും മാത്രമായല്ല റിവോൾവ് ചെയ്യുന്നത്. ഒരാറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺ അടുത്ത ആറ്റത്തിലും റിവോൾവ് ചെയ്യും. അങ്ങനെ പല ആറ്റങ്ങളിലെ വാലൻസ് ഇലക്ട്രോൺ പല ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് ആണ് ഇലക്ട്രോണുകളുടെ ഒരു കടലിൽ കാറ്റയോണുകളുടെ ഒരു സെറ്റ് എന്നർത്ഥത്തിൽ ദി മെറ്റാലിക് ക്രിസ്റ്റൽ എ സെറ്റ് ഓഫ് മെറ്റൽ കാറ്റയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പോൾ ദി വാലൻസ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ഇൻ molecular orbitals and are delocalized over many atoms. അപ്പം ഇങ്ങനെ പല ആറ്റങ്ങളിലും ചുറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതിന്
ഇംഗ്ലീഷിൽ വളരെ എളുപ്പത്തിൽ എഴുതാം, ഡീലോക്കലൈസ്ഡ് ഓവർ മെനി ആറ്റംസ്. മാത്രമല്ല ഒരു പോയിന്റ് കൂടിയുണ്ട്, ദി വാലൻസ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ഇൻ മോളിക്യൂലാർ ഓർബിറ്റൽസ്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ആ ആറ്റത്തിലെല്ലാം മോളിക്യൂളുകൾ, പല ആറ്റങ്ങൾ ചേർന്ന മോളിക്യൂളുകളുടെ മോളിക്യൂലാർ ഓർബിറ്റൽ. ഇതൊക്കെ കെമിക്കൽ ബോണ്ടിൽ ഫസ്റ്റ് ഇയർ എന്താ മോളിക്യൂലാർ ഓർബിറ്റൽസ് നിങ്ങൾ പഠിച്ചതാണ്. ഇത് ഇലക്ട്രോണിക് ബാൻഡ് ദസ് പ്രൊഡ്യൂസ്. ഇങ്ങനെ ഡീലോക്കലൈസ്ഡ് ആറ്റംസ്, ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോണുകളുടെ ഒരു ബാൻഡ് ആണ് ഇവിടെ മെറ്റാലിക് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ടൈപ്പ്. ഇനി ഇതിന്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ദി മൊബൈൽ ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ ദി നെറ്റ്വർക്ക് ഓഫ് പോസിറ്റീവ് അയോൺസ്. ഇനി ഹീറ്റ് എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെറ്റലുകളൊക്കെ? അതിന് കാരണവും ഈ മെറ്റാലിക് ബോണ്ടാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ. ഹീറ്റ് ഒരിടത്ത് സപ്ലൈ കൊടുത്തു, ഒരു ഭാഗത്തല്ലേ കൊടുത്തുള്ളൂ, അത് മെറ്റൽ മുഴുവൻ വ്യാപിക്കുകയാണ്. യൂണിഫോംലി സ്പ്രെഡ് ത്രൂ ഔട്ട് ബൈ ദീസ് സെയിം ഫ്രീ ഇലക്ട്രോൺസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ 4 കാറ്റഗറിയിലെ ഇനി മൂന്നാമത്തെ കാറ്റഗറി, കോവാലന്റ് ബോണ്ടഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അതല്ലെങ്കിൽ നെറ്റ്വർക്ക് കോവാലന്റ് നെറ്റ്വർക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അതിന്റെ ഇന്റർമോളിക്യുലർ ഫോഴ്സസ് എന്താണ് നോക്കാം. അത് കോവാലന്റ് ബോണ്ട് ചുരുക്കി പറഞ്ഞ എങ്ങനെ. ഇപ്പൊ SiO2 സിലിക്ക, ഒരു സിലിക്കണ് 2 ഓക്സിജൻ ചേർന്ന ഓരോരോ മോളിക്യൂൾ. പക്ഷെ ബോണ്ട് വന്നത് ഒരു SiO2വും പിന്നൊരു SiO2വും തമ്മിലല്ല. ഒരു Si, ഓരോ, ആ ഓയിൽ വേറൊരു Si, ആ Siയിൽ വേറൊരു O. ഇങ്ങനെ ഈ മോളിക്യൂലാർ ഫോർമുല അനുസരിച്ചാണെങ്കിലും കോവാലന്റ് ബോണ്ടുകൾ ബിറ്റ്വീൻ ആറ്റംസ്. ഓക്കെ, അതൊരു നെറ്റ്വർക്കായി ചിത്രം നോക്കുക, വളരെ നെറ്റ്വർക്കായിട്ടാണ്. By the formation of covalent bonds between adjacent atoms throughout the crystal as a network. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഇന്റർമോളിക്യുലർ ഫോഴ്സസ് കോവാലന്റ് ബോണ്ട് എന്ന് സിമ്പിൾ ആയി പറയാം, ബിറ്റ്വീൻ ആറ്റംസ്, നോട്ട് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ദെൻ കോവാലന്റ് ബോണ്ട്സ് വെരി സ്ട്രോങ് ആണ്. എന്തുകൊണ്ട് വെച്ചാൽ അത് ഡയറക്ഷണൽ ഇൻ നേച്ചർ ആണ് എന്ന് പറയും. എന്ത് ഈ ഡയറക്ഷണൽ നേച്ചർ? അതായത് അതിൻ്റെ ഓറിയന്റേഷൻ പെർമനന്റ് ഓറിയന്റേഷൻ ആണ്. അതായത് ഈ ആറ്റം ഇന്നടുത്ത് ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷനിൽ അത് മാറ്റം വരില്ല. അതായത് ഹെൽഡ് വെരി സ്ട്രോങ്ലി അറ്റ് ദെയർ പൊസിഷൻസ്. ഇങ്ങനെയുള്ളതിനാണ് ഡയറക്ഷണൽ നേച്ചർ എന്ന് പറയുക. ഷേപ്പ് മാറില്ല ഇങ്ങനത്തെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആറ്റത്തിന്റെ പൊസിഷൻ മാറിയാൽ ഷേപ്പ് മാറി. ഇപ്പൊ ഒരു സ്ക്വയർ ഷേപ്പാണ് വിചാരിക്കുക, വെറുതെ സ്ക്വയർ, അല്ലെങ്കിൽ ഒരു ക്യൂബിക്കൽ ഷേപ്പ് വിചാരിക്കുക. എങ്ങനെയാണ് ക്യൂബിക് ആകുക? അതിന്റെ 8 കോർണറിൽ 8 പാർട്ടിക്കിൾ നിൽക്കുമ്പോഴല്ലേ ക്യൂബിക് ആവുള്ളൂ. അത് അവിടെ തന്നെ നിൽക്കണം, മാറാൻ പാടില്ല. അങ്ങനെ മാറിയാൽ അതിന്റെ ഷേപ്പ് മാറും. ഇത് നെറ്റ്വർക്കായിട്ട് സ്ട്രോങ് ആണ് സാധനം. എന്തുകൊണ്ടാണത്? അത് ഡയറക്ഷണൽ നേച്ചർ ആണ്. Therefore atoms are held very strongly at their positions. അപ്പൊ കോവാലന്റ് ബോണ്ട്സ് ആർ വെരി സ്ട്രോങ്. എന്തുകൊണ്ട് ചോദിച്ചാൽ ദി ബോണ്ട് ഈസ് ഡയറക്ഷണൽ ഇൻ നേച്ചർ എന്നൊറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. ദെൻ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോവാലന്റ് ബോണ്ടുകളുടെ വെരി ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ. പക്ഷേ കോവാലന്റ് ബോണ്ടഡ് ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ടും ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ്, നോട്ട് ഹാർഡ്. വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മേ ഡീകമ്പോസ് ബിഫോർ മെൽറ്റിംഗ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുകില്ല, ചൂട് കിട്ടേ. സാധാരണ രീതിയിൽ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് മെൽറ്റ് ചെയ്ത ശേഷമേ ഡീകമ്പോസ് ചെയ്യുള്ളൂ. ഇതല്ല, മെൽറ്റ് ചെയ്യാൻ വൈകും, അതിന് മുമ്പേ ഡീകമ്പോസ് ചെയ്തെന്ന് വരും. മേ ഡീകമ്പോസ് ബിഫോർ മെൽറ്റിംഗ്. They are insulators. എല്ലാ കോവാലന്റ് ബോണ്ടഡ് ക്രിസ്റ്റലൈൻ സോളിഡും
ഇൻസുലേറ്റർ ആണ്, ബട്ട് ഗ്രാഫൈറ്റ് ഈസ് കണ്ടക്ടർ നോട്ട് ഇൻസുലേറ്റർ. അപ്പോൾ സോഫ്റ്റായ ഒരു കോവാലന്റ് ബോണ്ടഡ് ക്രിസ്റ്റലൈൻ സോളിഡ് ഗ്രാഫൈറ്റ്, കണ്ടക്ടറായ ഒരു കോവാലന്റ് ബോണ്ടഡ് ക്രിസ്റ്റലൈൻ സോളിഡ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഇനി മറ്റ് കോവാലന്റ് ബോണ്ടഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? ഗ്രാഫൈറ്റിൻ്റെ ഒരു സ്ട്രക്ചർ, ആ ഡിഫറൻസ് ആണ്. മറ്റ് കോവാലന്റ് ബോണ്ടഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ വ്യത്യാസമായിട്ട് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചറിൽ ഒരു വ്യത്യാസം. ഇത് ലെയറാണ്. അതായത് ഒരു ലെയർ നെറ്റ്വർക്ക് ആയിരിക്കും, രണ്ട് ലെയറുകൾ തമ്മിലൊരു നെറ്റ്വർക്ക് ഇല്ല. ആ ലെയറുകളായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ ഗ്രാഫൈറ്റിനെ വേറിട്ട് നിർത്തിയത്. എന്തുകൊണ്ട് ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആയി? ചിന്തിക്കുക. ദി ഡിഫറെന്റ് ലേയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് ഒരു ലെയർ നെറ്റ്വർക്കാണ്, സ്ട്രോങ് ബോണ്ടാണ്. പക്ഷെ രണ്ട് ലെയറുകൾ ചേർന്നിരിക്കുന്നത് വളരെ വീക്ക് ഫോഴ്സിലാണ്. അതുകൊണ്ട് അത് ഒന്നിന് മുകളിലായി തെന്നി മാറും, അപ്പം മൃദുവാണ്. ദി ഡിഫറെന്റ് ലേയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സോ ഈച്ച് ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ ദി അതർ. അപ്പൊ ഈ സോഫ്റ്റ്നെസ് ഉള്ളത് കൊണ്ട് ഗ്രാഫൈറ്റിനെ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ലൂബ്രിക്കൻ്റ് എന്ന് പറയുമ്പോൾ കറങ്ങുന്നതും തിരിയുന്നതുമായിട്ടുള്ള എല്ലായിടത്തും നമ്മൾ മലയാളത്തിൽ പറഞ്ഞ മയത്തിന് വേണ്ടി എണ്ണ ഉപയോഗിക്കും, ഗ്രീസ് ഉപയോഗിക്കും, ഓയിൽ ഉപയോഗിക്കും. അതൊക്കെ ലൂബ്രിക്കൻ്റ് ആണ് എന്ന് പറയും. ഹൈ ഹീറ്റ് ഉള്ളിടത്ത് അതൊക്കെ കത്തിപ്പോവും. ഇങ്ങനെയുള്ളിടത്തൊക്കെ സിലിണ്ടർ, പിസ്റ്റൺ ഇതുപോലുള്ള ഇതിലൊക്കെ ലൂബ്രിക്കേറ്റായി ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റിന്റെ ചെറിയ റിങ്ങുകളാണ്. അപ്പോൾ അതെന്തുകൊണ്ട്? ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആയതുകൊണ്ട്. ഗ്രാഫൈറ്റ് ബാക്കി ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അതായത് കോവാലന്റ് സോളിഡ്സ് ഒക്കെ ഇൻസുലേറ്റർ ആകുമ്പോൾ ഗ്രാഫൈറ്റ് കണ്ടക്ടറാണ്. അതിനെന്താ കാരണം? ഓരോ ലെയർ ഉണ്ടായത് കോവാലന്റ് ബോണ്ടഡ് ആണെന്ന് അറിയാം. ഈച്ച് ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു 3 അഡ്ജസന്റ് കാർബൺ ആറ്റം. അപ്പൊ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 3 അഡ്ജസന്റ് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ടായപ്പോ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയി. ദി 4th ഇലക്ട്രോൺ ഈസ് ഫ്രീ ടു മൂവ് അബൌട്ട് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ്. അപ്പോ ഫ്രീ ഇലക്ട്രോൺ ഉള്ളതാണല്ലോ കണ്ടക്ഷന് കാരണം. ഇവിടെ ആ ലെയറുകളുടെ ബോണ്ട് ഫ്രീ ഇലക്ട്രോൺ 3, 4 അങ്ങനെ വന്നതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാകാനുള്ള കാരണമായി. അപ്പൊ ഇൻ ഗ്രാഫൈറ്റ് ഈച്ച് ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു 3 അഡ്ജസന്റ് ആറ്റംസ്, കാർബൺ ആറ്റംസ്. ദി 4th ഇലക്ട്രോൺ ഈസ് ഫ്രീ ടു മൂവ് അബൌട്ട് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ്. ഇത്ര 2 പോയിന്റ് എഴുതാനേ ഉള്ളൂ. ഗ്രാഫൈറ്റ് എന്തുകൊണ്ട് സോഫ്റ്റ്? ഇന്നതാണ്. ഗ്രാഫൈറ്റ് എന്തുകൊണ്ട് ഗുഡ് കണ്ടക്ടർ? ഇന്നതാണ്. ഓക്കെ, ദെൻ നാലാമത്തെ ഒരു കാറ്റഗറി ക്രിസ്റ്റലൈൻ സോളിഡിലെ, അത് മോളിക്യൂളർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അത് 3 കാറ്റഗറി പറഞ്ഞു. പോളാർ മോളിക്യൂൾസ്, നോൺ പോളാർ, എങ്ങനെ. അപ്പൊ അതിലെ പോളാർ മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പോളാർ മോളിക്യൂൾസ് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഐഡിയ ആദ്യം ഉണ്ടാകണം. 2 ഡിസിമിലർ ആറ്റങ്ങൾ ബോണ്ടഡ് ആകുമ്പോഴാണ് പോളാർ മോളിക്യൂൾസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ HCl. ഇത് രണ്ടിനും പ്രത്യേകത, ഒന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ് ക്ലോറിന്. ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ടായാൽ മൊത്തം ബോണ്ട് പെയറുകൾ നെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിളിൽ Clന് ഒരല്പം നെഗറ്റീവ് ചാർജും Hന് സ്വല്പം പോസിറ്റീവ് ചാർജും കിട്ടും. അത് സൂചിപ്പിക്കാൻ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് എഴുതും.
ഇങ്ങനെ രണ്ട് ചാർജുകൾ ഈക്വൽ ചാർജാണ്, ഒന്ന് പ്ലസ് ആണ് ഒന്ന് മൈനസ് ആണ്. പക്ഷേ ഇങ്ങനെ വന്നതിനെയാണ് പൊതുവെ നമ്മൾ ഡൈപോളുകൾ എന്ന് പറയുക. അത് ഫിസിക്സ് നന്നായി നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇതിനെ ഡൈപോൾ. ഈ ഡൈപോളുകൾ ആണ് പോളാർ മോളിക്യൂളിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഒരു ഡൈപോളും വേറൊരു ഡൈപോളും തമ്മിൽ ചേർന്ന് നിൽക്കണം. അപ്പോൾ എന്ത് ഫോഴ്സാണ് അതുകളെ ചേർത്തുന്നത്? ഒരു ഡൈപോളിലെ പോസിറ്റീവും അടുത്ത ഡൈപോളിലെ നെഗറ്റീവും അട്രാക്ട് ചെയ്യുക. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം അടുത്തടുത്ത് പോസിറ്റീവ്, രണ്ട് പോസിറ്റീവ് വരില്ല, അത് വികസിച്ച് റിപ്പൽ ചെയ്തിട്ട് മാറ്റി നിർത്തും. അപ്പം ചുരുക്കത്തിൽ പോളാർ മോളിക്യൂൾസിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് വളരെ ചുരുക്കി എഴുതാം. അപ്പോൾ വെൻ ടു ഡിസിമിലർ ആറ്റംസ് ഫോം എ കോവാലന്റ് ബോണ്ട്, the bond pair shifts towards the nucleus of the atom having greater electronegativity. Intermolecular force in polar molecules is dipole-dipole interactions. ഇതിന്റെ പ്രത്യേകതകൾ പൊതുവെ സോഫ്റ്റ് ആണ്, നോൺ കണ്ടക്ടർ ആണ്. നോൺ പോളാർ മോളിക്യൂൾസിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. നോൺ പോളാർ എന്ന് പറയുമ്പോൾ സിമിലർ ആറ്റങ്ങൾ ചേർന്ന് ബോണ്ട് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷിഫ്റ്റിങ്ങോ ഡൈപോൾ ഉണ്ടാവില്ലോ, ഒന്നുമില്ല. അത് അടുത്തത്. Non-polar molecules, covalent bond formed between two similar atoms. The shared pair of electrons is equally attracted. Symmetry ആണ്. അപ്പോൾ CL ബോണ്ടായി, ഷിഫ്റ്റിംഗ് ഒന്നുമില്ല അവിടെ, ഈക്വലി. അപ്പോൾ CL കോവാലന്റ് ബോണ്ട്, അങ്ങനെ ഒരു Cl2 മോളിക്യൂൾ ഉണ്ടായി. അടുത്ത മോളിക്യൂൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, അടുത്ത മോളിക്യൂൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. CL തമ്മിൽ കോവാലന്റ് ബോണ്ട് ആണെങ്കിലും മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്റ്റീവ് ബോണ്ട്. എന്ത് അട്രാക്റ്റീവ് ബോണ്ട്? ആ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്? അതിന്റെ പേരാണ് വീക്ക് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സസ്. അപ്പൊ നോൺ പോളാർ മോളിക്യൂൾസുകളുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ് വീക്ക് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് നമ്മൾ പറയും. ഈ വീക്ക് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് എന്താണെന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചതാണ്. എന്നാലും വെറുതെ ഒന്ന് സൂചിപ്പിക്കുക. ഇപ്പൊ നമ്മൾ ഈക്വലി അട്രാക്റ്റഡ് ആണ് പറഞ്ഞു. അതിന്റെ അർത്ഥം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ ഒരു അറേഞ്ച്മെന്റ് സിമെട്രി ആയിട്ടായിരിക്കും രണ്ടിലും. ഈ മോളിക്യൂൾ അടുത്തൊരു മോളിക്യൂളിന്റെ അടുത്ത് വരുമ്പോൾ അസിമെട്രിക് ആവും. അസിമെട്രിക് ആവുമ്പോൾ ഒരു ഭാഗത്ത് ഇലക്ട്രോൺ ഒത്തിരി കൂടുതലായിട്ട് മാറി നിൽക്കും, ലേശം ഒന്ന് മാറും. അപ്പോൾ ആ ന്യൂക്ലിയസിനെ അടുത്ത ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യും അടുത്തതിന്. അപ്പോൾ ഇതും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? നമുക്ക് അത്ര വിശദമായിട്ട് ഇപ്പം അറിയണ്ട. ഇപ്പം അറിയേണ്ടത് നോൺ പോളാർ മോളിക്യൂൾസുകളുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്താണെന്ന് ചോദിച്ചാൽ വീക്ക് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് പറയാൻ അറിയേ വേണ്ടു. ഇനി അതിന്റെ പ്രത്യേകത പ്രോപ്പർട്ടി ആർ സോഫ്റ്റ് ആണ്, നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, മോളിക്യൂലർ ക്രിസ്റ്റലൈൻ സോളിഡിലെ അടുത്തൊരു ഐറ്റം ഹൈഡ്രജൻ ബോണ്ടഡ്. അതായത് ചില അതായത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മോളിക്യൂൾ ആയിട്ടുള്ള സോളിഡ്, അതിലെ മോളിക്യൂളുകൾ തമ്മിൽ ചേർത്ത് നിർത്തിയ ഫോഴ്സ്, ദാറ്റ് ഈസ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണെങ്കിൽ അതൊരു കാറ്റഗറി. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. കോവാലന്റ് ബോണ്ടിനേക്കാളും വീക്കാണ്, ബട്ട് സ്ട്രോങ്ങർ ദാൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അതായത് ഹൈഡ്രജൻ ഉള്ള പല മോളിക്യൂളുകളും പോളാറായിരിക്കും. അങ്ങനെയെങ്കിൽ ഹൈഡ്രജന് ഡെൽറ്റ പ്ലസ് ചെറിയൊരു പോസിറ്റീവ് ആണ്. അപ്പം അതിലുള്ള ഇലക്ട്രോ നെഗറ്റീവ് അയോൺ അതിനെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ അട്രാക്ട് ചെയ്ത് നിർത്തുക. ഫോർ എക്സാമ്പിൾ ഇവിടെ വാട്ടർ H2O, O നെഗറ്റീവ്, H പോസിറ്റീവ്, ഇത് രണ്ടും കൂടി അട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അടുത്ത Hഉം Oയും അടുത്ത Hഉം Oയും ഇങ്ങനെ മോളിക്യൂളുകൾ ചേർന്ന് നിൽക്കുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ്, ഇറ്റ് ഈസ് കാൾഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. ഹൈഡ്രജൻ ബോണ്ടഡ് ഇങ്ങനെ ചെറിയ വരയിട്ടിട്ട് അടയാളപ്പെടുത്തും. സാധാരണ രീതിയിൽ കോവാലന്റ് ബോണ്ടാണെങ്കിൽ ഡോട്ട് അല്ലാണ്ട് ഒറ്റ വര.
The weak attractive force between hydrogen atom of one molecule and electronegativity negative atom of the same or different molecule. It is weaker than a covalent bond but stronger than van der Waals force. Ice, for example. They are non-conductors of electricity. Generally, they are volatile liquids or volatile എന്ന് പറഞ്ഞാൽ ബാഷ്പമാകത്ത്. Soft solids under room temperature and pressure. മിക്കവാറും room temperature and pressure സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ അമോണിയ, ഇങ്ങനെ വേറെ എക്സാമ്പിളുകൾ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, ഒരു 3 എണ്ണം ജസ്റ്റ്. അയോണിക് കോമ്പൗണ്ട്സ് conduct electricity in molten state but not in solid state. Why? In molten state, the ions become free to move about. Covalent solids are very hard. Why graphite is soft? Covalent solids are insulators. Why graphite is conductor? ഇതൊക്കെ ബാക്കി ഭാഗത്തുണ്ട്, ഒക്കെ വൃത്തിയായി എഴുതിയെടുത്തിട്ട് പഠിക്കുക. ഓക്കെ.